പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, 2026 അങ്ങയോട് കൂടെ അഭിഷേകത്തിലും കൃപയിലും നിറഞ്ഞു നിന്ന് പ്രവേശിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മഹാഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ആ ഫലം കായ്ക്കാത്ത അത്തിമരത്തെ വെട്ടിക്കളയാൻ പറയുമ്പോ 1 വർഷം കൂടി അതിന് നീട്ടിക്കൊടുക്കാം, ഞാൻ കിളച്ച് വളമിടാം, ഫലം പുറപ്പെടുവിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കൃഷിക്കാരൻ പറഞ്ഞപ്പോ യജമാനൻ അനുവദിച്ചതുപോലെ അങ്ങ് ഞങ്ങൾക്ക് നീട്ടിത്തന്നിരിക്കുന്ന 1 വർഷം ആണെന്ന് ഞങ്ങൾ വിചാരിച്ചുകൊണ്ട് തന്നെ ആ വർഷത്തെ സ്വീകരിക്കുന്നു. ഫലം പുറപ്പെടുവിക്കാൻ കർത്താവേ, അങ്ങയുടെ ഹിതപ്രകാരം അങ്ങ് എന്തിനു വേണ്ടി ഞങ്ങളെ ജീവൻ നൽകിയോ, എന്തിനു വേണ്ടി ഞങ്ങൾക്ക് ഈ പൗരോഹിത്യം, കുടുംബജീവിതം, പഠനം, ജോലി, ബിസിനസ്, ശുശ്രൂഷ നൽകിയോ, അതിലൊക്കെ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നു. കർത്താവേ, അതിനുവേണ്ട അഭിഷേകം, കൃപ യാചിച്ചുകൊണ്ടാണ് അങ്ങയുടെ കൂടെ അങ്ങയുടെ മക്കളായിരിക്കുന്നത്. ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ കുറവുള്ള മക്കളാണ്. ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുടുംബാംഗങ്ങള് എല്ലാവരും കുറവുള്ളവരാണ്. കർത്താവ്, ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തണം, ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ, നന്നായിട്ട് പഠിക്കാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ, കൃപയിൽ ജീവിക്കാൻ, ഉദാസയിൽ ജീവിക്കാൻ, അങ്ങയോട് ചേർന്ന് ജീവിക്കാൻ, അങ്ങയോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ, അങ്ങയുടെ കൃപയുടെ സമൃദ്ധിയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ച് ജീവിക്കാൻ ഞങ്ങളുടെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. അങ്ങയുടെ വചനം അനുസരിച്ച് ആ വചനമാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് 2026 ഞങ്ങൾ ജീവിക്കട്ടെ. നമ്മുടെ മക്കളെ സമർപ്പിക്കാം. മക്കളെ ഈശോയുടെ സന്നിധിയിലേക്ക്, മക്കളുടെ പഠനം, ജോലി എല്ലാം നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ മക്കളെ ജീവിക്കേണ്ട പോലെ ജീവിക്കാൻ, കർത്താവിനോട് ചേർന്ന് കർത്താവിന്റെ വചനം അനുസരിച്ച് ജീവിക്കാനുള്ള വലിയൊരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ഇന്ന് ഈ 2-ാം തീയതി 2026 ജനുവരി 2-ാം തീയതി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കള് വചനത്തിൽ ഉറപ്പിക്കപ്പെട്ട് കർത്താവിന്റെ തിരുഹിതം നിറവേറ്റി ജീവിക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. നമ്മളും അങ്ങനെ തന്നെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവർക്കും സന്തോഷമാണല്ലോ. 2026 വലിയ അഭിഷേകവും അനുഗ്രഹവുമായിട്ട് മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മളിന്ന് ചിന്തിക്കുന്ന ഒരു വിഷയം, സഖറിയായുടെ കുടുംബത്തിൽ സംഭവിച്ച വലിയൊരു സംഭവം. സഖറിയ, എലിസബത്ത്, യോഹന്നാന് ജനനം, അതുമായി ബന്ധപ്പെട്ട് ഒരു വലിയൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ഈ സഖറിയായോട് ദൈവം പറഞ്ഞു, നിനക്ക് ഒരു പുത്രൻ ജനിക്കും. സഖറിയ സംശയിക്കുകയാണ്. ആ സമയത്ത് ദൈവത്തിന്റെ വചനത്തെ സംശയിച്ച് അനുസരിക്കാനുള്ളൊരു മടി പോലെ തോന്നിയ സമയത്ത് ദൈവം അദ്ദേഹത്തെ ശിക്ഷിച്ചു. ഞാൻ ഈ പറയുന്നത് സംഭവിക്കുന്നത് വരെ നീ ഊമനായിരിക്കും, സംസാര ശക്തി. ഒരു കാര്യം മനസ്സിലാക്കും മക്കളെ, ദൈവത്തിന്റെ വചനം സംശയിക്കുകയോ ലംഘിക്കുകയോ ചെയ്താൽ അതിന് ശിക്ഷയുണ്ട്. ആദ്യ മാതാപിതാക്കൾ മുതൽ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ, ലോക ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ, മനുഷ്യൻ ജീവിക്കേണ്ട ജീവിതം ജീവിക്കാതെ പോയാൽ, വചനത്തെ അനുസരിച്ചാൽ അനുഗ്രഹം, അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷ എന്നുള്ള വലിയ സത്യമുണ്ട്. പിശാചിനെ അനുസരിച്ച് ദൈവത്തെ ലംഘിച്ചപ്പോൾ ആദ്യ മനുഷ്യൻ പാപത്തിൽ വീണു. അതിന്റെ ശിക്ഷ നമ്മൾ ഇന്നും അനുഭവിക്കുകയാണ്, ജന്മപാപത്തിലൂടെ. ആ പാപത്തിന് ശക്തി, പാപത്തിനുടയവൻ നമ്മിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, മാനവ കുലത്തിലേക്ക് കടന്നു വന്നു. ജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു, കൃപ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം എന്താണോ പറയണേ, അത് അതേപടി അനുസരിച്ച് നമ്മൾ ജീവിക്കണം. അത് നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ട ക്രിസ്മസിന്റെയും ഈ കാലഘട്ടത്തില്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. അതിന് നമ്മുടെ മക്കളും, നമ്മുടെ ജീവിതങ്ങളും, നമ്മുടെ കുടുംബവും, നമ്മുടെ സഭയും, നമ്മുടെ വൈദികരും ഒക്കെ സമർപ്പിക്കണം. നമ്മളൊക്കെ അതിന് പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ട്. അത് ശിക്ഷയിലേക്ക്, നാശത്തിലേക്ക്, തകർച്ചയിലേക്ക് നയിക്കും. നമ്മളിവിടെ കാണുന്നുണ്ട്, യോഹന്നാൻ ജനിച്ചു കഴിയുമ്പോ എലിസബത്ത് പറഞ്ഞു, യോഹന്നാൻ എന്ന് അവന് പേരിടണം. ഇപ്പൊ ചാർച്ചക്കാര് പറഞ്ഞു, പാരമ്പര്യത്തിലോ അങ്ങനെ ഒരു രീതി ഇല്ല. പിതാവിന്റെ പേരനുസരിച്ച് സഖറിയ എന്നവന് വിളിക്കപ്പെടും.
അപ്പൊ ഒരു കൺഫ്യൂഷൻ വന്നു. ആ സമയത്ത് ചർച്ചക്കാരെന്ത് ചെയ്തു? സക്രിയായോട് ആംഗ്യം കാണിച്ച് ചോദിക്കാം, എന്ത് പേരിടണ്ടേ? അപ്പൊ സക്രിയ ചെയ്തൊരു പ്രവൃത്തിയുണ്ട് മക്കളെ. അവനൊരു എഴുത്തുപലക വരുത്തി അതിൽ എഴുതി യോഹന്നാൻ എന്നാണ് അവന്റെ പേര്. ദൈവം പറഞ്ഞ വചനം, ദൈവം ചെയ്യാൻ പറഞ്ഞ കാര്യം അക്ഷരം തെറ്റാതെ, അണുവിട വിടാതെ, വള്ളിപ്പുള്ളി തെറ്റാതെ അവൻ എഴുതി യോഹന്നാൻ എന്നാണ് അവന്റെ പേര്. അതങ്ങ് അനുസരിച്ച് ചെയ്യണ്ടല്ലോ. നമ്മൾ കാണുന്നുണ്ട്, തക്ഷണം അവന്റെ വായി തുറന്നു, നാവിന്റെ കെട്ടഴിഞ്ഞു, അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ മക്കളുടെ സാമ്പത്തികതയുടെ എല്ലാത്തിൻ്റെയും അത് മൂകമാക്കപ്പെടാനും കെട്ടപ്പെടാനും ബന്ധിക്കപ്പെടാനുമുള്ള ഒരു വലിയ കാരണം കർത്താവിന്റെ വചനം അനുസരിക്കാതെ പോയതുകൊണ്ട്. നമ്മൾ അതെപ്പോ അനുസരിക്കുന്നു, എപ്പോ ദൈവം പറഞ്ഞ പോലെ ജീവിതത്തിൽ നമ്മൾ ഉറപ്പിക്കുന്നുവോ, എഴുതുന്നുവോ, അത് ചെയ്യുന്നുവോ, ആ നിമിഷം കെട്ടുപൊട്ടു സ്വതന്ത്രമാണ്. ഈ സക്രിയക്ക് സംഭവിച്ച പോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും സംഭവിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ 2026 നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ജീവിതങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, കാര്യങ്ങൾ മാറാനില്ല, പ്രസംഗം ഒക്കെ മാറും, ചില തടസ്സങ്ങള്, ചില ഇതൊക്കെ വരുന്നതിന്റെ പിന്നിൽ ഈ ദൈവത്തെ വിട്ട് ദൈവം പറഞ്ഞ പോലെ ജീവിക്കാതെ അനുസരണക്കേടിന്റെ ഒരു അടിസ്ഥാനമുണ്ട്. ഇനി എപ്പോ അനുസരിച്ചോ ഇതുപോലെ സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിനെ പ്രാർത്ഥിക്കണ്ടേ? നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും, അവരെല്ലാവരും ദൈവം പറഞ്ഞ വചനം പോലെ ചെയ്യാൻ അവർക്കിടയാകും. അത് അവർ തന്നെ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാരങ്ങൾ ഉയർത്തി, കർത്താവേ, ഞങ്ങളുടെ മക്കള് അങ്ങയുടെ വചനം പോലെ ജീവിക്കണം, അങ്ങ് എന്താണോ പറഞ്ഞ അതനുസരിക്കണം, അതിൽ വെള്ളം ചേർക്കരുത്, അതിൽ മായം ചേർക്കരുത്. ഓരോ കാര്യങ്ങൾ, ശരീരത്തിന്റെ കാര്യം, വിവാഹത്തിന്റെ കാര്യം, ജോലിയുടെ കാര്യം, മാതാപിതാക്കളുടെ ബന്ധത്തിന്റെ കാര്യം, കുടുംബജീവിതത്തിന്റെ കാര്യം, വിവാഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ദൈവം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചെയ്യണം, എഴുതണം, പ്രവർത്തിക്കണം. അതിനുവേണ്ട അപേക്ഷ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും. അപ്പോൾ ഈ വചനം പോലെ സംഭവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ജീവിതങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വൈദികർക്ക് വേണ്ടി, നമ്മുടെ സന്യസ്തർക്ക് വേണ്ടി, നമ്മുടെ അധികാരികൾക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. കർത്താവിന്റെ വചനം പോലെ ജീവിക്കാൻ, വചനം പോലെ സംഭവിക്കാൻ ഇടയാകട്ടെ. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യാനുസന്നതിയില് ഈ പുതുവത്സരത്തിന്റെ 2ാം ദിനത്തില് നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെ പ്രത്യേകിച്ചും നമ്മുടെ കൊച്ചുമക്കളും യുവമക്കളും കർത്താവ് പറഞ്ഞ പോലെ ജീവിക്കട്ടെ. അഭിഷേകം അതിനായിട്ട് നമ്മുടെ മക്കളിൽ നിറയട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ മക്കളെയും ദിവ്യാനുസന്നതിയിൽ പരമേൽപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ ഇടപെടൽ വചനമനുസരിക്കുമ്പോൾ സംഭവിച്ചതുപോലെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഇന്ന് ഒറ്റ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം എന്താണോ ഞങ്ങളോട് പറയുന്നത് അതനുസരിച്ച് അതിൽ അല്പം പോലും വെള്ളം ചേർക്കാതെ ആ സക്രിയ വരുത്തി എഴുതി ഒരു മാറ്റം ഇല്ലാത്ത രീതിയിൽ യോഹന്നാൻ എന്നാണ് അവന്റെ പേര്. അതുപോലെ വാചകത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൽ അല്പം പോലും വെള്ളം ചേർക്കാതെ അതായിരിക്കണം എന്നുള്ള ഒരു സമർപ്പണത്തോടെ, ഒരു ഉറപ്പോടെ, ഒരു തീരുമാനത്തോടെ ജീവിക്കാൻ, പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ. തടസ്സപ്പെടുത്തുന്ന പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ, ലോകാരൂപി ജഡികാസക്തികൾ, കൂട്ടുകെട്ട്, ലോകത്തിന്റെ സ്വാധീനങ്ങൾ, ചില കോടതി നിയമങ്ങൾ, കർത്താവേ, അതൊക്കെ തിരസ്കരിച്ചുകൊണ്ട്, അതൊന്നും ഗവനിക്കാതെ അങ്ങെന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ചെയ്യാൻ. കൂട്ടുകാര് പറയും, ചാർച്ചക്കാര് പറയും, വീട്ടുകാര് പറയും, പക്ഷേ അങ്ങെന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിക്കാൻ കർത്താവേ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ, ഞങ്ങളുടെ ജീവിതങ്ങൾക്കിടയാകട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങൾക്കിടയാകട്ടെ. അതിനുവേണ്ട ധൈര്യം, അതിനുവേണ്ട മനോബലം, അതിനുവേണ്ട ശക്തി, അതിനുവേണ്ട വലിയ കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ.
ഈ ഒരു വലിയ നിയോഗത്തിനും മറ്റെല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ആശീർവാദം ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടും കൂടെ നമുക്ക് സ്വീകരിക്കാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകളും എല്ലാ വരങ്ങളും ചൊരിഞ്ഞ് അങ്ങയുടെ വചനം പോലെ ജീവിക്കാനുള്ള വലിയ ധൈര്യവും ശക്തിയും അഭിഷേകവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ മക്കൾക്ക് പ്രത്യേകിച്ചും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം അതിനായി സ്വീകരിച്ച എൻ്റെ മക്കളെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് വലിയ അഭിഷേക ശക്തി നിറച്ച് വചനത്തിന് അനുസരിച്ച് ജീവിക്കാനുള്ള അഭിഷേകവും ധൈര്യവും ശക്തിയും ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറയപ്പെടാൻ വേണ്ടി ഈശോയെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ശക്തി ഒഴുക്കണമേ. ആമേൻ.